ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ ഞാനൊരു സോറി പറയാനുണ്ട് നിങ്ങളോട്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ക്ലാസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ക്ലാസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് സോറി പറയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ 60/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ 60/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കി പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് കേട്ടോ. ഏതാണ് ശരിയായിട്ടുള്ളത്? ബി ആണ്. 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. അതായത് 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വെല്ലസ്ലി പ്രഭു ഇംഗ്ലീഷുകാരെ നയിച്ചു. 1ഉം 2ഉം ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഹൈദർ അലി ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. മറ്റു രണ്ട് പ്രസ്താവനകൾ എന്താണ് തെറ്റെന്ന് നോക്കാം. ഇംഗ്ലീഷുകാർക്കെതിരെ ടിപ്പുവിന് ഡച്ചുകാരുടെ സഹായം ലഭിച്ചു എന്നുള്ളത് തെറ്റാണ്. ഫ്രഞ്ചുകാരുടെ സഹായമാണ് ആര് തേടിയിട്ടുള്ളത്? നമ്മുടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരുടെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു ജയിച്ചു എന്നുള്ളതും തെറ്റാണ്. ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് എന്താണ്, ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ഒരുപാട്, അതായത് ടിപ്പുവിന്റെ അധീനതയിലിരുന്ന ഒരുപാട് ഭൂപ്രദേശങ്ങള് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് പായ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്? പായ്സി നവീകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം ആണ് കേട്ടോ. അതായത് റാസ്ത് ഗോഫ്താറും അതുപോലെ മസ്തയസ്നൻ സഭയും റാസ്ത് ഗോഫ്താറും ആണ് പായ്സി നവീകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. പായ്സി സമൂഹത്തിലും പായ്സി മതത്തിലും ഒക്കെ ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ മാറ്റം വരുത്താനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള രണ്ട് പ്രസ്ഥാനങ്ങളാണ് കേട്ടോ. ദാദാബായ് നവറോജിയാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്കും നേതൃത്വം നൽകിയത്. റാസ്ത് ഗോഫ്താറും റഹ്നുമായി മസ്തയസ്നൻ സഭയും. കുക്ക പ്രസ്ഥാനവും നാംദാരി പ്രസ്ഥാനവും ഏതുമായി ബന്ധപ്പെട്ടതാണ്? സിഖ് മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ കുക്ക പ്രസ്ഥാനവും നാംദാരി പ്രസ്ഥാനവും. ഓക്കെ, ഇനി പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലക്രമ ക്രമീകരണം എന്ന് നൽകുന്നത് എന്നാണ് കേട്ടോ. അപ്പൊ ഇനി പറയുന്ന ഓപ്ഷൻ ഏതാണ് ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലക്രമ ക്രമീകരണം നൽകുന്നത്? ഇവിടെ എന്താണ്, ഇത് ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ? കൂടുതലായിട്ടും നമ്മുടെ അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ക്രമീകരണം എന്നാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. 4, 2, 3, 1 എന്നുള്ളതാണ്. അതായത് വില്ലുവണ്ടി യാത്രയാണ് ഒന്നാമതായിട്ട്. ആദ്യത്തേത് വില്ലുവണ്ടി യാത്ര, രണ്ടാമത്തത് സാധുജന പരിപാലന സംഘത്തിന്റെ രൂപീകരണം, മൂന്നാമത്തത് കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം, നാലാമത്തത് കല്ലുമാല സമരം. അടുത്തത്, എങ്ങനെയായിരുന്നു 1920 കൊച്ചിൻ റെഗുലേഷൻ 12 1920 മുമ്പ് തിരുവിതാംകൂറുകാർ നടത്തിയ സമാന പ്രവൃത്തികളെക്കാൾ ഒരുപടി മുന്നിൽ നിന്നാണ് കേട്ടോ. അപ്പൊ എങ്ങനെയായിരുന്നു? ഇതിൽ ഏതാണ് പറയുന്നത് ശരിയായിട്ടുള്ളത്? താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ്. ഇതില് ഏതാണ്? ഓൺലി 2 എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അതായത് എന്താണ്, ബഹുഭാര്യത്വം നിരോധിച്ചതാണ് ഈ ഒരു കൊച്ചിൻ റെഗുലേഷൻ ആക്ടിലൂടെ. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരിച്ചറിയുക എന്നാണ് കേട്ടോ. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ഓപ്ഷൻ സി ആണ്. അതായത് 3ആണ് തെറ്റായിട്ടുള്ളത്. അത് വിയറ്റ്നാം യുദ്ധം US വലിയ വിജയമായിരുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ബാക്കി പ്രസ്താവനകളൊക്കെ ശരിയാണെന്ന് നോക്കാം. ഹോ ചി മിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം സ്ഥാപിച്ചു. ദക്ഷിണ വിയറ്റ്നാമിൽ ഏകാധിപതിയായിരുന്ന എൻഗോ ദിൻ ഡൈം അതുപോലെ ഏകാധിപതിയായിരുന്നു എൻഗോ ദിൻ ഡൈം. അതുപോലെ 1984 വിയറ്റ്നാമിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചു. ഇതൊക്കെ ശരിയായിട്ടുള്ളതാണ്. വിയറ്റ്നാം യുദ്ധം US വലിയ വിജയമായിരുന്നു എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഓക്കെ, വിയറ്റ്നാം യുദ്ധത്തോടെ US പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. US ഈ ഒരു യുദ്ധത്തിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് വലിയ നഷ്ടങ്ങൾ അമേരിക്കക്ക് വരുന്നൊരു യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം. അടുത്ത ആറാമത്തത് ക്വസ്റ്റ്യൻ,
താഴെ പറയുന്ന പട്ടികയിൽ ബഹിരാകാശ യാത്രികരുടെ പേരുകൾ വിഭാഗം എയിലും അവർ ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങളുടെ എണ്ണം വിഭാഗം ബിയിലും കാണിച്ചിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ ഏതെന്നാണ് കേട്ടോ. ഏതാണ് ഇതിലെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അതായത് 4 പെഗ്ഗി വിറ്റ്സൺ 675 ദിവസം എന്നുള്ളതാണ് ശരി കേട്ടോ. പെഗ്ഗി വിറ്റ്സൺ 675 ദിവസം എന്നുള്ളതാണ് ശരി. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതാണ്? മുകളിൽ നൽകിയ, അതായത് മഞ്ചേശ്വരം വടക്കേറ്റത്തുള്ള നദിയാണ് കബനി, ഭവാനി, പമ്പ എന്നീ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. മുകളിൽ നൽകിയിരുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചത് കേട്ടോ. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി, പ്രസ്താവന എ ശരിയാണ്, പ്രസ്താവന ബി തെറ്റാണ്. എന്താണ് പ്രസ്താവന ബി തെറ്റ്? കബനി, ഭവാനി, പമ്പ എന്നാ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാമ്പാറാണ് വേണ്ടി. കബനി, ഭവാനി, പാമ്പാറാണ് കിഴക്കോട്ടേക്കുന്ന 3 നദികൾ കേട്ടോ. അടുത്തത്, താഴെ പറയുന്ന തീയതികളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് വിഷുവം അല്ലെങ്കിൽ സമരാത്ര ദിനം സംഭവിക്കുന്നത്? സമരാത്ര ദിനമാണ് വിഷു എന്ന് പറയുന്നത്. അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചത് കേട്ടോ. മാർച്ച് 21 സെപ്റ്റംബർ 23 വിഷുവ് അല്ലെങ്കിൽ സമരാത്ര ദിനം ഉണ്ടാവുന്നത്. മാർച്ച് 21 സെപ്റ്റംബർ 23 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് കേട്ടോ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? എ ആണ് കേട്ടോ. അമാവാസിയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ ശരിയായ ജോഡിയാക്കിയിരിക്കുന്നത്? റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ ശരിയായി ജോഡിയാക്കിയിരിക്കുന്നത് ഇതിൽ ഏതെന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ലാൻഡ് സാറ്റ് USA എന്നുള്ളതാണ് ശരി. ലാൻഡ് സാറ്റ് USA. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ബാബർ ഹിമാലയത്തിന്റെ അടിവാരത്തുള്ള ഇടുങ്ങിയ മേഖല, പാറക്കെട്ടുകളും ചരൽക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രകൃതി എന്നുള്ളതാണ് ശരി. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 ആണ് ചോദിച്ചത്. 2025 നടന്നിട്ടുള്ള എക്സാം ആണ്. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ് ജലദിന പ്രമേയം? ഏതായിരുന്നു? ഓപ്ഷൻ സി, ഹിമാനി സംരക്ഷണം. ഭാരതത്തിൽ 2ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം നേടാൻ വൻകിട വ്യവസായങ്ങളിലുള്ള നിക്ഷേപത്തിന് പ്രാധാന്യം നൽകി നടപ്പിലാക്കിയ തന്ത്രം ഏതെന്നാണ്? അപ്പൊ 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ ഒരു തന്ത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ, മഹലനോബിസ് തന്ത്രമാണ്. മഹലനോബിസ് തന്ത്രം. അടുത്ത 1991 ഇന്ത്യക്ക് വായ്പ നൽകാനായി ലോകബാങ്കും IMFും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയപരിഷ്കാരങ്ങളുടെ നിബന്ധന ഡേഷ് എന്നറിയപ്പെടുന്നു. 1991 ഇന്ത്യക്ക് വായ്പ നൽകാനായിട്ട് ലോകബാങ്കും IMFും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയപരിഷ്കാരങ്ങളുടെ നിബന്ധന ഡേഷ് എന്ന് അറിയപ്പെടുന്നു. ഏതാണിത്? ഏതാണ്? ഓപ്ഷൻ ബി, എന്താണ്? ഘടനാപരമായ ക്രമീകരണ നടപടികൾ അല്ലെങ്കിൽ സാബ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പ്രധാന നയപ്രവർത്തനങ്ങളിൽ ഇത് ഉൾപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പ്രധാന നയപ്രവർത്തനങ്ങളിൽ ഇത് ഉൾപ്പെടുന്നില്ല. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, GST ആണ് കേട്ടോ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് GST ആണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത്. ബാക്കിയൊക്കെ ഒന്ന് നോക്കാം. ധനകാര്യവും നാണയരംഗവുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നു. വ്യവസായ നയ പരിഷ്കാരങ്ങളുണ്ട്. വിനിമയ നിരക്ക് നിർണയം യുക്തിസഹജമാക്കുകയും ചെയ്തു. ഓക്കെ. അടുത്തത് IAAP, അതുപോലെ IADP, HYVP എന്നിവ ഇന്ത്യയിലെ ഏത് പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങളാണെന്നാണ് കേട്ടോ. ഏത് പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹരിത വിപ്ലവമാണ് കേട്ടോ. ഹരിത വിപ്ലവം. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? IAAP, അതായത് ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം ആണ്. ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ആണിത്. അതുപോലെ ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് പ്രോഗ്രാം. ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് ഹരിത വിപ്ലവമാണ് അല്ലെ. അടുത്തത്, ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി നയങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ദീർഘകാല ലക്ഷ്യങ്ങളാണ് പറയുന്നത്. പഞ്ചവത്സര പദ്ധതിയുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു? ഓപ്ഷൻ സി, ഉയർന്ന എന്താണ് വളർച്ചാ നിരക്ക്, സാമൂഹ്യ നീതി, സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സ്വാശ്രയത്വമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ.
2024 ജൂലൈ 27 സംഘടിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിന്റെ 9ാം യോഗത്തിൽ പ്രധാന വിഷയം എന്തായിരുന്നു എന്നാണ് ട്ടോ. ഇപ്പൊ 2024 ജൂലൈ 27 നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിന്റെ 9ാം യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു പ്രധാന വിഷയം? എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, വികസിത് ഭാരത് അറ്റ് 2047 ആയിരുന്നു ട്ടോ. അടുത്തത്, ഇന്ത്യയിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്, വികസിത് ഭാരത് അറ്റ് 2047. ഇന്ത്യയിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് ഇന്ത്യയിലുള്ളത്? ആർക്കാണ്? ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് ട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലിപ്പം ലോക്സഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യയുടെ 15% പരിമിതപ്പെടുത്തിയെന്നാണ് ട്ടോ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലിപ്പം ലോകസഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യയുടെ 15% പരിമിതപ്പെടുത്തിയത്? ഏതായിരുന്നു ആ ഒരു ഭേദഗതി? 91ാം ഭേദഗതിയാണ്, 2003 നടപ്പിലാക്കിയത്. അടുത്തത്, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകൾ പരിഗണിക്കുക എന്നാണ് ട്ടോ. അപ്പൊ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആ സ്ഥാനത്ത് ഇല്ലാതിരിക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകളാണ് ചോദിച്ചിട്ടുള്ളത് ട്ടോ. ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇപ്പൊ പ്രസ്താവനകൾ നമ്മൾ പഠിക്കേണ്ടതാണ്. രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളും പ്രവർത്തനങ്ങളും ഉപരാഷ്ട്രപതി ഏറ്റെടുക്കുന്നു. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഓഫീസുകൾ ഒഴിഞ്ഞുകൊടുക്കുകയാണെങ്കിൽ ആരാണ് പിന്നെ? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു. എന്നാൽ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ആരാണ്? സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി അല്ലെങ്കിൽ പുതിയ ജഡ്ജി ആയിരിക്കും പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് വരെ രാഷ്ട്രപതിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത്തരം ഒഴിവുകളൊക്കെ പരിഹരിക്കുന്നതിനായി പാർലമെന്റ് 1969 പ്രസിഡന്റ് നിയമം പാസാക്കിയിട്ടുണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അറ്റോർണി ജനറലിന്റെ ചുമതലകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യൻ അറ്റോർണി ജനറലിന്റെ ചുമതലകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ട്ടോ. ഓപ്ഷൻ എ ആണ്, 1, 2, 3 ആണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലിന് റെഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങൾ ഇന്ത്യ സർക്കാരിനെ ഉപദേശിക്കുന്നു. അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും പ്രേക്ഷകനായി എത്താൻ അവകാശമുണ്ട്. അതുപോലെ പിന്നെന്താണ്? 3, ലോകസഭയുടെയും രാജ്യസഭയുടെയും നടപടികൾ സംസാരിക്കാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട്. ഇനി 4ാമത്തെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ പ്രസ്താവന എന്താണ്? പാർലമെന്റിന്റെ ഇരു സഭകളിലും വോട്ട് ചെയ്യാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട് എന്നുള്ളത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം കേട്ടോ. ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം ഏതെന്നാണ്? ഓപ്ഷൻ ബി 1964. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിന്റെ ഏത് സമ്മേളനമാണ് സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത്? ഏത് സമ്മേളനമാണ്? മൺസൂൺ സമ്മേളനമാണ് കേട്ടോ. എന്തായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത് മൺസൂൺ സമ്മേളനമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൗണ്ടിങ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ സി ആണ്, അച്യുത് ചേതനാണ്. അടുത്തത്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്താണ്? പ്രൈം മിനിസ്റ്റർ ഓഫീസ് സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ്. ഓക്കെ. മുകളിൽ നൽകുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, 2, 3, 4 ആണ്. 1947 PMO നിലവിൽ വന്നിട്ടുണ്ട്. 1977 ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് അല്ലെ PMS എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഗവൺമെന്റ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നുണ്ട്. തെറ്റായിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു ലൈൻ ഏജൻസിയാന്നുള്ളതാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇ ഗവേണൻസിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങളാണ് ഊന്നൽ നൽകുന്നത്? ഏതൊക്കെ തത്വങ്ങളാണ് ഊന്നൽ നൽകുന്നതെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്, അതായത് ഓൺലി 2 and 3 ആണ് കേട്ടോ. തുല്യമായ സർക്കാർ പ്രക്രിയകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തൽ, തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കൽ. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ളത്. ഇ ഗവേണൻസ് ആയിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്.
അടുത്ത താഴെ പറയുന്നവയിൽ ഏതാണ് വിവിധ അപകട സാധ്യതകളിലേക്കും അപകടങ്ങളിലേക്കും മനുഷ്യസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സാമൂഹിക ജനസംഖ്യാ പ്രവണതകൾ ഏതാണെന്നാണ് കേട്ടോ. എന്തൊക്കെയാ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് വിവിധ അപകട സാധ്യതകളിലേക്കും അപകടങ്ങളിലേക്കും മനുഷ്യ ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സാമൂഹിക ജനസംഖ്യാ പ്രവണതകളാണ്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 4 ആണ്. അതായത് ദ്രുത നഗരവൽക്കരണവും അതുപോലെ പിന്നെന്താണ് ജനസംഖ്യാ വളർച്ചയുമാണ് കേട്ടോ. ജനസംഖ്യാ വളർച്ചയും. അടുത്തത് നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതായി ഏത് നിയമത്തിന്റെ രൂപീകരണം പരാമർശിച്ചിരിക്കുന്നു? ഏത് നിയമത്തിന്റെ രൂപീകരണമാണ് പരാമർശിച്ചിട്ടുള്ളത്? 29 ഡി ആണ് കേട്ടോ. ഓൺലി 3 ആണ്. അതായത് മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142ന്റെ പ്രാഥമിക ലക്ഷ്യം താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് കേട്ടോ. ആർട്ടിക്കിൾ 142ന്റെ പ്രാഥമിക ലക്ഷ്യം ഏതാണ്? ഓപ്ഷൻ സി നോക്കാം. ഓൺലി 2 ആണ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാഥമിക ലക്ഷ്യം. 142ന്റെ പ്രാഥമിക ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരുടെ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വെക്കുന്നത്? റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീമിന് കീഴിലാണ് കേട്ടോ. റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വെക്കുന്നത് എന്നാണ്. എന്താണ് പണയം വെക്കുന്നത്? 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. ഓൺലി 3 ആണ് കേട്ടോ. അവരുടെ സ്വത്താണ് പണയം വെക്കുന്നത്. അവരുടെ സ്വത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന ഘടകം? ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന ഘടകം ഇതിൽ ഏതെന്നാണ് കേട്ടോ ക്വസ്റ്റ്യന്. ഓപ്ഷൻ സി ആണ്. അതായത് ഓൺലി 3, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ, ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതെന്നാണ്? ഏതാണ്? ഹൃദയവും ശ്വസനവും ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. മെഡുല്ല ഒബ്ലാങ്കേറ്റ. അടുത്തത്, ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കോളജന്റെ സമന്വയത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതെന്നാണ്? അതായത് ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ പ്രോട്ടീനായ കോളജന്റെ സമന്വയത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതെന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. വിറ്റാമിൻ സി ആണ്. താഴെ പറയുന്നതിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാകാത്ത രോഗം? ഉണ്ടാകാത്തത് എന്നാണ് ചോദിച്ചത് കേട്ടോ. ഏതാണ് വൈറസ് മൂലം ഉണ്ടാകാത്ത രോഗം? ഏതാണെന്നാണ്. ഓപ്ഷൻ എ ആണ്. ഓൺലി 2 ആണ് കേട്ടോ. ട്യൂബർകുലോസിസ് ആണ്. ബാക്കി ഇൻഫ്ലുവൻസ, മീസിൽസ്, ഡെങ്കിപ്പനിയൊക്കെ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അടുത്ത, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അതായത് COPD പ്രാഥമിക കാരണം എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അല്ലെങ്കിൽ COPD പ്രാഥമിക കാരണം ഏതെന്നാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ഡി പുകവലിയാണ്. പുകവലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 37ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭം ഏതെന്നാണ്? പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി അമ്മ മനസ്സാണ് കേട്ടോ. അമ്മ മനസ്സ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചരടിന്റെ അറ്റങ്ങളിൽ ഒന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു. ആന്തോളനത്തിന്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്താണ് മാറ്റം വരിക എന്നാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഒരു ചരടിന്റെ അറ്റങ്ങളിൽ ഒന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു. ആന്തോളനത്തിന്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്താണ് മാറ്റം വരുന്നത്? എന്താ വരുന്നത്? ബി, അതായത് തരംഗത്തിന്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു വസ്തുവിന്റെ പലായന പ്രവേഗമാണ് ബി എങ്കിൽ ഭൂമിയുടെ 4 ഇരട്ടി പിണ്ഡമുള്ളതും അതേ ആരമുള്ളതുമായ ഒരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആ വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയാണെന്നാണ് കേട്ടോ. അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം VE ആണെങ്കിൽ ഭൂമിയുടെ 4 ഇരട്ടി പിണ്ഡമുള്ളതും അതായത് മാസ് ഉള്ളതും അതേ ആരമുള്ളതും ആയ ഒരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആ വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയാണെന്നാണ് കേട്ടോ. പലായന പ്രവേഗം എത്രയാണെന്നാണ്. ഓപ്ഷൻ എ 2VE ആണ് കേട്ടോ. അതിന്റെ ഇരട്ടിയാണ് ഉണ്ടാവുക.
അടുത്ത താഴെ പറയുന്നതിൽ ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ സവിശേഷതയല്ലാത്തതെന്നാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ സവിശേഷതയല്ലാത്തത് ഇതിലേതെന്നാണ്. ഏതാണ്? ഓപ്ഷൻ ബി, ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം പതന വികിരണത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണെന്നുള്ളതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ സവിശേഷതയല്ലാത്തത്. മറ്റ് സവിശേഷതകളൊക്കെ ഒന്ന് നോക്കാം. ലോഹപ്രതലത്തിൽ പ്രകാശം എത്തുന്നതും ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഉത്സർജനം സംഭവിക്കുന്നതും തമ്മിൽ സമയം ഇടവേളയില്ല, ഒന്നിച്ച് നടക്കുന്നതാണ്. അടുത്തെന്താ? ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പതന വികിരണത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഓപ്ഷൻ ഡി എന്താണ്? ഓരോ പ്രകാശ സംവേദന പ്രവർത്തനത്തിനും ത്രെഷോൾഡ് ആവൃത്തി എന്നറിയപ്പെടുന്ന പതന വികിരണത്തിന്റെ ഒരു മിനിമം വിച്ഛേദന ആവൃത്തിയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിന്റെ 100ാമത്തെ ദൗത്യത്തിന് വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരെന്താണെന്നാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. 2025 ജനുവരി 29 വിക്ഷേപിച്ചത്. GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ISROയുടെ 100ാമത്തെ ദൗത്യമാണ്. ഏതാണ് ആ ദൗത്യം? ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. NVS-02 ആണ് കേട്ടോ. NVS-02 ഉപഗ്രഹത്തിന്റെ പേരാട്ടോ. 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് ചോദിച്ചത്. NVS-02. അത് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജ്ജത്തിന്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകം. ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജ്ജത്തിന്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകം ഏതെന്നാണ്. ഏതാണ്? നമുക്കറിയാം. ഏതാണ്? ഓപ്ഷൻ ഡി, ഹീലിയം ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 43ാമത്തെ ക്വസ്റ്റ്യൻ, ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം യഥാക്രമം ഏതെന്നാണ്. ബേക്കിംഗ് സോഡ കൊടുത്തത് ഒന്നാമത്തത്, രണ്ടാമത്തത് വാഷിംഗ് സോഡ. അപ്പൊ യഥാക്രമം ഏതാണ്? ഏതാണ്? സോഡിയം ബൈകാർബണേറ്റും സോഡിയം കാർബണേറ്റും. ഓപ്ഷൻ ബി ആണ് കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ. വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റും. താഴെ പറയുന്നതിൽ ഇരുമ്പിന്റെ ധാതു അല്ലാത്ത സംയുക്തം ഏതെന്നാണ് കേട്ടോ. മലച്ചൈറ്റ് എന്ന് കൊടുത്തത് സെറ്റാണ് കേട്ടോ സംയുക്തം. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും സിഡറൈറ്റും ഒക്കെ എന്താണ്? ഇരുമ്പിന്റെ ധാതുക്കളിൽ പെടുന്നതാണ്. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹത്തിന്റെയും അലോഹത്തിന്റെയും ശരിയായ സെറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആദ്യം ലോഹ ചോദിച്ചത്, പിന്നെ അലോഹം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം, പിന്നെ അലോഹം. ഏതായിരിക്കും? ഏതായിരിക്കും? ഓപ്ഷൻ എ, കാൽസ്യവും ഓക്സിജനും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ നേടിയ ഒളിമ്പിക്സ് മെഡലുകളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യ നേടിയ ഒളിമ്പിക്സ് മെഡലുകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചത് കേട്ടോ. ശരിയായിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 2 and 3 4 ആണ് കേട്ടോ. ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഒളിമ്പിക്സ് കായിക ഇനമാണ് ഫീൽഡ് ഹോക്കി. പിന്നെ 1928 ഇന്ത്യ ആദ്യത്തെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടി. നാലാമത്തെ 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു കർണം മല്ലേശ്വരി. ഈ 3 പ്രസ്താവനകളും നമുക്ക് പഠിക്കാനുള്ള പ്രസ്താവനകളാണ് കേട്ടോ. താഴെ പറയുന്ന എഴുത്തുകാരെ അവരുടെ തൂലികാനാമവുമായി ഒത്തുനോക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന എഴുത്തുകാരെ അവരുടെ തൂലികാനാമവുമായി ഒത്തുനോക്കുക. അതായത് തൂലികാനാമമായിട്ട് കണക്ട് ചെയ്യാനാണ്. ഓക്കെ, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ക്രമം? ഓപ്ഷൻ സി ആണ്. അതായത് A3 ആണ്. ജോർജ് വർഗീസ് എന്നറിയപ്പെടുന്നത് കാക്കനാട്. ജോർജ് വർഗീസിന്റെ തൂലികാനാമം എന്താണ്? കാക്കനാടനാണ്. അതുപോലെ എന്താണ്? MP വട്ടതിരിപ്പാടാണ് പ്രേംജി അറിയപ്പെടുന്നത്. PC കുട്ടിക്കൃഷ്ണനാണ് എന്ത്? ഉറൂബ്. എന്താണ്? MK മേനോനാണ് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് തെറ്റെന്നാണ് കേട്ടോ. സാംസ്കാരിക കേന്ദ്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ഓൺലി 4 and 1. ഓക്കെ, അതായത് 1904 1 ആണ് തെറ്റ്. അതായത് 1 1920 കേരള കലാമണ്ഡലം രൂപീകൃതമായി എന്നുള്ളതും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1965 ഒക്ടോബർ 10 സ്ഥാപിതമായി എന്നുള്ളതും തെറ്റാണ്. ശരിയായിട്ടുള്ളത് നോക്കാം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ NV കൃഷ്ണവാര്യരായിരുന്നു. അതുപോലെ 1986 ഒക്ടോബർ 15 കേരള സാഹിത്യ അക്കാദമി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 2 പ്രസ്താവനകളും ശരിയാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ്? പടയണിയാണ് കേട്ടോ. പടയണി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതെന്ന്? 2025 ഫെബ്രുവരിയിൽ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. AI സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം എവിടെയാണ്? എവിടെയായിരുന്നു AI സുരക്ഷാ ഉച്ചകോടി നടന്നത്? പാരീസിലാണ്. ഓക്കെ,
ഇനി അങ്ങോട്ട് 10 ക്വസ്റ്റ്യൻസ് വരുന്നത് മാത്സ് എന്നാണ്. അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. മാത്സ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറയും കേട്ടോ. ഓക്കെ. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ, 61 to 70 വരെ എന്താണ്, ഇംഗ്ലീഷിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോകട്ടോ. ഓക്കെ. ഇപ്പോൾ 61ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ഈ ഒരു സെന്റൻസിലെ എറർ, അതായത് വൺ ഓഫ് ദ ഗേൾസ് ആർ ഫ്രം മുംബൈ എന്നുള്ള ഈ ഒരു സെന്റൻസിലെ എറർ ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. അതായത് ആർ എന്നാണ് കേട്ടോ, വൺ ഓഫ് ദ ഗേൾസ് ഈസ് ഫ്രം മുംബൈ എന്നാണ് വരും. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടാഗ്. ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇവിടെ എന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഡോണ്ട് എന്നുള്ളത് നെഗറ്റീവിൽ വന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരണം, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആവണം. അതുകൊണ്ട് തന്നെ എന്താണ് വരിക, 62ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വിൽ യു ആണ് വരിക കേട്ടോ, വിൽ യു എന്ന് വരും. അടുത്ത, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ദ വെർബ് ഇൻ ഇറ്റാലിക് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. യു ലെറ്റ് ഹെർ ഗോ എന്ന് പറഞ്ഞ ഈ ഒരു സെന്റൻസിൽ ഇറ്റാലിക്കിൽ വന്നിട്ടുള്ള വേർഡിന്റെ വെർബ് ഫോം ഏതാണ്, ബെയർ ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ. ഗോ ആണ് കേട്ടോ. ഗോ എന്താണ്, ബെയർ ഇൻഫിനിറ്റീവ് ആണ്. 4ാമത്തത്, കറക്റ്റ് ഫോളോയിങ് സെന്റൻസ് ബൈ ചൂസിങ് ദ റൈറ്റ് ഓപ്ഷൻ. നൈദർ ദ പ്രിൻസിപ്പൽ നോർ ദ ടീച്ചേഴ്സ് ഈസ് ഗോയിങ് ഫോർ ദ ടൂർ എന്നാണ്. ഇതിൽ എന്താണ് തെറ്റുള്ളത്? ഓക്കെ, എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി, ആർ ഗോയിങ് എന്നാണ് വരും കേട്ടോ. അടുത്ത 65ാമത്തത്, സീയിങ് എ സ്നേക്ക് ഇൻ ദ ഗാർഡൻ ലാലു സ്ക്രീംഡ് ഫോർ ഹെൽപ്പ്. ദിസ് സെന്റൻസ് മേ ബി ട്രാൻസ്ഫോംഡ് വാസ്. ഈ ഒരു സെന്റൻസിന് സീയിങ് എ സ്നേക്ക് ഇൻ ദ ഗാർഡൻ ലാലു സ്ക്രീംഡ് ഫോർ ഹെൽപ്പ്. ഓക്കെ, ഇത് ഈ ഒരു സെന്റൻസിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റുമ്പോൾ വെൻ ഹി സോ എ സ്നേക്ക് ഇൻ ദ ഗാർഡൻ ലാലു സ്ക്രീംഡ് ഫോർ ഹെൽപ്പ് എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 66ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇറ്റാലിസ് എന്താണ്, ഇറ്റാലിസൈസ്ഡ് വേർഡ്സ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ് മീൻസ്. അതായത് എ ടീച്ചർ, ആസ് എ ടീച്ചർ ഷീ റീസെന്റഡ് ഇൻവിഡിയസ് മാർക്ക് മെയ്ഡ് ഓൺ എ സ്റ്റുഡന്റ് ബൈ ഹർ കൊളീഗസ്. അപ്പൊ ഇൻവിഡിയസ് എന്ന ഈ ഒരു വാക്കിന്റെ എന്താണ്, വേർഡിന്റെ എന്താണ് മീനിങ് ആണ് ചോദിച്ചത് കേട്ടോ. ഓപ്ഷൻ ഡി അൺപ്ലസന്റ് ആണ് വരുന്നത്. ഓപ്ഷൻ അൺപ്ലസന്റ്. ഓക്കെ. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ദ ഇഡിയം ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ഈ ഇഡിയത്തിന്റെ മീനിങ് ആണ്, പെർഫ്യൂംസ് വർ ഡൈം എ ഡസൻ ഫോർ ഹിം ഇൻ ദോസ് ഡേയ്സ്. പെർഫ്യൂംസ് വർ ഡൈം എ ഡസൻ ഫോർ ഹിം ദോസ് ഡേയ്സ് എന്നാണ് കേട്ടോ. ഈ ഇഡിയമിന്റെ മീനിങ് എന്താണെന്നാണ്. ഓപ്ഷൻ ബി ആണ്, പ്ലെന്റി ആൻഡ് കോമൺ. ഐ ബാങ്ക് ഓൺ യുവർ വേർഡ്. ദ ഫ്രേസൽ വെർബ് ഇൻ ഇറ്റാലിക് മീൻസ്. അതായത് ഈ ഒരു ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ്, ഐ ബാങ്ക് ഓൺ യുവർ വേർഡ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, ബേസസ് വൺസ് ഹോപ്പ് ഓൺ സംതിങ് ഓർ സംവൺ. അടുത്തത്, കറക്റ്റ് ഫോളോയിങ് സെന്റൻസ്. ദ എഫക്ട്സ് ഓഫ് COVID-19 ആർ ഫാർ റീച്ചിങ്. ഇതിൽ ഈ ഒരു സെന്റൻസിനെ കറക്റ്റ് ചെയ്യാൻ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാനാണ്. ഓക്കെ, ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ തെറ്റുള്ളത്? എഫക്റ്റ് എ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതിവിടെ കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, എഫക്റ്റ്. അടുത്ത 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ മലയാളത്തിൽ നിന്ന് വരുന്നതാണ്. ഓരോന്ന് നോക്കി പോവാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പദം ഏതാണ് ഇതില്? ഐകകണ്ഠ്യേന എന്നാണ്. ഐകകണ്ഠ്യേന എന്നുള്ളതാണ്. ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് അടുത്തത്. 72ാമത്തത് എ ആണ്, സാമുദായികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ എന്നാണല്ലോ കേട്ടോ ശരിയായിട്ടുള്ളത്. 73 താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, 73ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം ആണ്. അതായത് പിപാസ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹമാണ്. 3ാമത്തെ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം കേട്ടോ. ഒറ്റപ്പതാണ്. ഒറ്റപ്പദങ്ങളൊക്കെ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. 74ാമത് താഴെ പറയുന്ന ജലത്തിന്റെ പര്യായം അല്ലാത്തത്. ജലത്തിന്റെ പര്യായം അല്ലാത്തതാ ചോദിച്ചത്. ഓപ്ഷൻ സി സിന്ധു ആണ്. ബാക്കി ഉദകം, സലിലം, വാരി ഇതൊക്കെ ജലത്തിന്റെ പര്യായ പദങ്ങളാണ്. 75ാമത്തത് സ്റ്റേറ്റ് ഓഫ് ദ ഹാർട്ട് എന്ന പ്രയോഗത്തിന്, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്ന പ്രയോഗത്തിന്റെ അർത്ഥമാണ് കേട്ടോ. 75ാമത്തത് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും ആധുനികമായ എന്നാണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ, വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി പുരോഗതി ഇല്ലായ്മയാണ് കേട്ടോ. 77 വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിദ്യുത് അധികം ശക്തിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ 78ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാ പദങ്ങളും ശരിയായ ഗണം തിരഞ്ഞെടുക്കുക. എല്ലാ പദങ്ങളും ശരിയായ ഗണം തിരഞ്ഞെടുക്കാനാണ് ട്ടോ. ഓക്കെ, 78ാമത്തത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ്. അതായത് അനുഗ്രഹീതൻ, ഗീതാ ഗോവിന്ദം, യാദൃശ്ചികം, അധ്യക്ഷം. ഇതാണ് ശരിയായിട്ടുള്ളത്. 79 ആഗമനം എന്ന പദത്തിന്റെ വിപരീത പദം ഏതെന്നാണ് ട്ടോ. ആഗമനം എന്ന പദത്തിന്റെ വിപരീത പദം നിർഗമനാണ്. പ്രഭു എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി പ്രഭ്യാണ് ട്ടോ. ഇനി അടുത്ത 20 ക്വസ്റ്റ്യൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്നതാണ്, IT വരുന്നതാണ്. എന്താണ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിന്റെ എക്സാം ആണല്ലോ, അതുകൊണ്ട് തന്നെ ബാക്കി 20 ക്വസ്റ്റ്യൻസ് അവരുടെ സിലബസ് നിന്ന് വരുന്നതാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.